നമുക്കേ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാം. കമ്പത്തിന് പോയാലോ? പോയേക്കാം. നമ്മള് കേരള തമിഴ്നാട് ബോർഡറിൽ എത്തിയിട്ടുണ്ട്. ഇപ്പൊ നമ്മള് കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് കയറുന്നു. ചെക്ക് പോസ്റ്റ് ആയി. കമ്പംമെട്ട് മുതല് കമ്പം വരെ എത്ര ഹെയർ പിൻ വളം ഉണ്ടെന്ന് അറിയാവോ? ഞാൻ ഇതുവരെ എണ്ണിട്ടില്ല. എന്നാ ഞാൻ എണ്ണീട്ടുണ്ട്. വേണോ? എനിക്കറിയാം 18 എണ്ണം ഉണ്ടെന്നുള്ളതാണ് എന്റെ ഒരു തീരുമാനം. കറക്റ്റ്. 100 രൂപ കിട്ടിയിരിക്കുന്നു. ഇത് നമ്മള് കമ്പംമെട്ടിൽ നിന്ന് താഴേക്ക് ഇറങ്ങി പോകുന്ന വഴിക്കുള്ള ഒരു അമ്പലമാണ് കേട്ടോ. കാട്ടിലുള്ള അമ്പലം. നമ്മള് വളർത്താനായിട്ട് കുറെ മൃഗങ്ങളെ വിട്ടിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇഷ്ടം പോലെ ഇരിപ്പുണ്ട്. ഇവന്മാരെല്ലാം ഇവിടെ വളർത്താൻ വിട്ടേക്കുന്നു. കുഞ്ഞിത് ഞാൻ ഏതാണ്ട് തിരിഞ്ഞു. ഈ വളം അങ്ങ് തിരിയുമ്പോൾ ഉണ്ടല്ലോ, തിരിഞ്ഞങ്ങ് ചെല്ലുമ്പോൾ ലെഫ്റ്റ് സൈഡിലേക്ക് നിർത്തുകയാണെന്നുണ്ടെങ്കിൽ തമിഴ്നാട് കംപ്ലീറ്റ് കാണാം. എന്നാലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പം ടൗണ് മൊത്തം ഏകദേശം റോഡ് സൈഡിൽ കൂടെ പുളിമരം നിൽക്കുന്നുണ്ടോ? നല്ല രസമല്ലേ കാണാൻ? ഇപ്പൊ പുളിയൊക്കെ പൂത്ത നിൽക്കുന്ന സമയം കേട്ടോ. നിറച്ച് പൂവുണ്ട്. നേരെ കാണുന്ന മേഘമല. മേഘമലക്ക് കൊണ്ടുപോകാൻ നിന്നാള് പറഞ്ഞതാണേ. അവിടെ മൊത്തം മേഘമാണല്ലോ. ഇവിടെ ചെന്ന് കഴിഞ്ഞാൽ മേഘത്തെ മുട്ടി നിൽക്കുക. അതാണ് അവിടെ മേഘമല എന്ന് പേര് വന്നത്. അത് മൊത്തം എന്നെ കളിപ്പിക്കാൻ പറയുന്ന അല്ല. കമ്പത്തൊന്ന് 35 കിലോമീറ്റർ. മേഘമല വ്യൂ കിട്ടിയല്ലായിരുന്നു. നല്ല മഴ പെയ്യാനുള്ള ലക്ഷണം എല്ലാം ഉണ്ട്. ചിലപ്പോൾ ഇന്നത്തെ പരിപാടി എല്ലാം മൊത്തം കട്ടയം പടമാവുന്ന ലക്ഷണം. കാലാവസ്ഥ ഭയങ്കരമായിട്ട് മാറുന്നുണ്ടേ. മഴ നല്ലപോലെ പെയ്യാനുള്ള ചാൻസ് ഉണ്ട്. മഴ അത് നല്ലപോലെ പെയ്യുന്നതിന് മുന്നേ നമുക്കൊരു കാര്യം ചെയ്യാം. മഴ പെയ്യുന്നതിന് മുന്നേ പോയിട്ട് നമുക്ക് മാർക്കറ്റിൽ പോയി ആദ്യം സാധനമല്ല വാങ്ങിക്കാം. കമ്പം ബൈപ്പാസ് എത്തി. ഇനി ഇവിടുന്ന് നമുക്ക് റൈറ്റിലേക്ക് തിരിഞ്ഞ് കൂടലൂർ പോകാം. ആദ്യം ഇവിടുന്ന് എത്രയുണ്ട് കൂടലൂര്? 5-6 കിലോമീറ്റർ ഉണ്ട്. അവിടൊക്കെ മഴയാ തോന്നുന്നുണ്ടോ? ഇവിടെ ഒന്നും കാണാനില്ല. കാര്യം പറഞ്ഞ എപ്പോഴും വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാലും കിലോമീറ്റർ ഒക്കെ എത്ര ഒന്നും നോക്കിയിട്ട് പോയി വരുന്നു, പോകുന്നു, സാധനം വാങ്ങിക്കുന്നു. ഇത് കടല നിലക്കടല വെച്ചേക്കുന്നു. നിലക്കടല
നമുക്കൊരു കാപ്പ് കുടിക്കാം അല്ലേ? കാപ്പി കുടിച്ചിട്ട് പോവാം. ഇതെന്താണെന്നറിയാവോ? കടലല്ലേ? പച്ചക്കടല വരച്ചോണ്ട് വെച്ചിരിക്കുന്നതാ. ഇത് പൊട്ടിച്ചെടുക്കുമ്പോ പച്ചക്കടല ಅದು ಈಸಿಗೆ ಮಿಕ್ಸ್ 10 ರೂಪಾಯಿ ಕೈ ಮಿಕ್ಸ್ 50 ರೂಪಾಯಿ ಮನೆಗೆ എല്ലാ കടലേ? ഇത് കണ്ടോ, നമ്മുടെ പഴയ മുട്ടായികള്, നമ്മുടെ ചെറുപ്പത്തിലുള്ള മുട്ടായികള്. മിഠായി ഇല്ലേ? ഇത് ഓറഞ്ച് മിഠായി, ഇത് മറ്റേ പോപ്പിൻസ് അല്ലേ? പോപ്പിൻസ്. ഇത് നമ്മ പഴയ മുട്ടായി, പഴയ ചിന്ന ചിന്ന കമർ കെട്ട് മുട്ടായി, ഗ്യാസ് മുട്ടായി, நேச்சுரல் இஞ்சி சிப்ஸ். இது நேச்சுரல் இஞ்சி சிப்ஸ். இந்த வயிறு பிரச்சனைக்கு அசிഡിറ്റി പ്രോബ്ലം இதெல்லாம் നമ്മളിവിടുന്ന് കുറച്ച് കടല വാങ്ങിച്ചിട്ടുണ്ട്. പൊട്ടുകടല, നിലക്കടല, കുറച്ച് ചോളവും വാങ്ങിച്ചിട്ടുണ്ട്. ഇത് കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത പരിപാടി ഗൂഡല്ലൂർ ചന്ത വരെ പോയി നോക്കാം. ചന്തയിൽ എന്നാ ഉണ്ടെന്ന്. ഗൂഡല്ലൂർ മാർക്കറ്റിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. വലത്തെ സൈഡിൽ കാണുന്നുണ്ട് മാർക്കറ്റ്. പോയി നോക്കാം. മഴ ആയതുകൊണ്ട് എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല. മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഏതായാലും കയറി നോക്കാം. അങ്ങനെ നമ്മൾ ചന്തയിൽ കയറി കുറേ സാധനമെല്ലാം വാങ്ങിച്ചു. തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ്. ഭയങ്കര മഴയാണ് പെയ്യുന്നത്. തമ്പത്ത് വരുമ്പോൾ എല്ലാവർക്കും ഭയങ്കര വിശപ്പ്. അതുകൊണ്ട് തമ്പീസി കയറി പൊറോട്ടയും ചിക്കൻ കറി ഓർഡർ ചെയ്തിട്ടുണ്ട്. ഷോപ്പിങ്ങും കഴിഞ്ഞു, ഫുഡും കഴിച്ചു. നല്ല മഴയായിരുന്നു കമ്പത്ത്. പിന്നെ തിരിച്ച് നമുക്ക് കയറി വീട്ടിലേക്ക് പോയേക്കാം. അങ്ങനെ നമ്മൾ തിരിച്ച് തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലേക്ക് കയറണം. അങ്ങനെ നമ്മള് കമ്പത്തിന് പോയിട്ട് തിരിച്ച് വീട്ടിലെത്തി. ഇനി സാധനങ്ങളൊക്കെ ഇങ്ങ് പെറുക്കിക്കോ പിള്ളേരെ.